മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് LSSന് വേണ്ടിയിട്ടുള്ള EVSൻ്റെ കലാ കേരളം എന്ന പാഠഭാഗമാണ്. ഇത് പാർട്ട് 1 ആണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ ഉടനെ നൽകാം. കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ്. ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കഥകളിയുടെ സാഹിത്യരൂപത്തെ ആട്ടക്കഥ എന്ന് വിളിക്കുന്നു. പ്രധാന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ്. കഥകളിയിലെ വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ചവേഷം നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. ആർക്കൊക്കെയാണ് പച്ചവേഷങ്ങൾ? കൃഷ്ണൻ, രാമൻ, നളൻ, അർജുനൻ, ഭീമസേനൻ. ഇവർക്കെല്ലാം പച്ചവേഷമാണ് നൽകാറുള്ളത്. കത്തി തിന്മ കലർന്ന കഥാപാത്രങ്ങളെയാണ് കത്തിവേഷം പ്രതിനിധീകരിക്കുന്നത്. ദുര്യോധനൻ, രാവണൻ, കീചകൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കെല്ലാം കത്തിവേഷമാണ് ഉണ്ടാവുക. കരി ക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് കരിവേഷം ഉണ്ടാവുക. കാട്ടാളൻ, ശൂർപ്പണഖ തുടങ്ങിയവർ കരിവേഷക്കാരാണ്. താടി വേഷം 3 തരമുണ്ട്. ചുവന്ന താടിയും വെള്ളത്താടിയും കറുത്ത താടിയും. വെള്ളത്താടി നല്ല ഗുണമുള്ള കഥാപാത്രങ്ങൾക്കാണ്. അമാനുഷിക ശക്തിയുള്ളവർക്കും വെള്ളത്താടി ലഭിക്കും. ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങൾക്കും ക്ഷിപ്രകോപികളായ വനപാലകന്മാർക്കും. ചുവന്ന താടി ലഭിക്കുന്നത് ഭക്തൻ, ശിശുപാലൻ തുടങ്ങിയവർക്കാണ്. ഹനുമാന് വെള്ളത്താടിയും. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. മക്കളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കഥകളിയിൽ ഹനുമാന് നൽകുന്ന വേഷം ഏതാണ്? ആൻസർ എന്താണ്? വെള്ളത്താടി. അടുത്തത് മിനുക്ക്. കഥകളിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കും മിനുക്ക് വേഷമാണ് നൽകുക. കഥകളി ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. പടയണി കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന സ്വഭാവമുള്ള കലയാണിത്. വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് ഇത് നടത്തി വരുന്നത്. ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായാണ് ഇത് നടത്തി വരുന്നത്. പടയണിക്ക് 1 വേർഡിന് വരാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സും കൂടി നൽകിയിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ നിലവിലുള്ള പ്രാചീന കലാരൂപമാണ് പടയണി. ആദ്യ ചടങ്ങ് കച്ചകെട്ടാണ്. പ്രധാന വാദ്യം തപ്പ്. ജന്മദേശം പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട. പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പടയണി. തുള്ളൽ ധർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് തുള്ളൽ. കുഞ്ചൻ നമ്പ്യാറാണ് ഉപജ്ഞാതാവ്. സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്നു. വാദ്യോപകരണങ്ങൾ മൃദംഗം, ഇടയ്ക്ക, ഇലത്താളം. ചാക്യാർ കൂത്ത് ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുക. മിഴാവ് പ്രധാന വാദ്യോപകരണം. സദസ്സിലുള്ള ഏതൊരാളെയും പരിഹസിക്കാനുള്ള സ്വാതന്ത്ര്യം കൂത്ത് അവതരിപ്പിക്കുന്ന ചാക്യാർക്കുണ്ട്. തെയ്യം വടക്കൻ കേരളത്തിൽ കാവുകളിൽ ദേവപ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. നമുക്ക് പഠിക്കാനുള്ളതാണ് നാടൻ കലകളും ശാസ്ത്രീയ കലകളും, അതുപോലെ ഉത്സവങ്ങൾ, ശാസ്ത്രീയ സംഗീതങ്ങൾ, ഇരയിമ്മൻ തമ്പി, സ്വാതി തിരുനാൾ, മോയിൻകുട്ടി വൈദ്യർ, അതുപോലെ ശില്പകല, ചിത്രകല. ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസും കൂടി ഉടനെ നൽകാം കേട്ടോ. മക്കൾ നന്നായിട്ട് പഠിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.